നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം. കോവളത്ത് ഔദ്യോഗിക പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് വരുന്ന വാഹനത്തിന് മുന്നിൽ ചാടി 10ഓളം പേർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രകടനം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇവരെ കസ്റ്റഡിയിലെടുത്തു. ബ്ലൂ ഡൈറ്റ്സ് എന്ന പേരിൽ കോവളത്ത് ഇന്നും നാളെയും നടക്കുന്ന രാജ്യാന്തര കോൺക്ലേവിനിടെയാണ് ഈ സംഭവം. 17 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന 2 പ്രധാന കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ബ്ലൂ ഡൈറ്റ്സ് കോൺക്ലേവ്. സൈബർ ആക്രമണം. ഷൈന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ്. അശ്ലീല പ്രചാരണത്തിനും സൈബർ ആക്രമണത്തിലും CPM നേതാവ് KJ ഷൈൻ നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് എറണാകുളം റൂറൽ സൈബർ പോലീസ്. KM ഷാജഹാന്റെ യൂട്യൂബ് ചാനൽ, പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി എന്നിവർ പ്രതികളാണ്. മെട്രോ വാർത്താ പത്രത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. KJ ഷൈന്റെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തിരുന്നു. കാട്ടുപന്നിയെ വേട്ടയാടിയതിന് അറസ്റ്റ്. ജാമ്യത്തിലിറങ്ങിയ യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ. കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ മിഥുനെയാണ് ഇന്ന് രാവിലെ വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മിഥുൻ ഉൾപ്പെടെ 3 പേരെ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. വ്യാഴാഴ്ച ജാമ്യത്തിലിറങ്ങിയ മിഥുൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ മിഥുനെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുറച്ചു നോക്കിയതിന് +1 വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചു. കടക്കാവൂരിൽ 13 +2 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. വിദ്യാർത്ഥിയെ നിലത്തിട്ട് ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തു. രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. കടക്കാവൂർ SNVHSലെ കണ്ടാലറിയാവുന്ന 10 പേരും ഉൾപ്പെടെ 13 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റ വിദ്യാർത്ഥി സ്കൂളിൽ പുതിയതായി ചേർന്നത് ജൂലൈ 20-നാണ്. തുറച്ചു നോക്കിയെന്ന് പറഞ്ഞായിരുന്നു സംഘം ചേർന്നുള്ള മർദ്ദനമെന്ന് രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു. മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ സ്കൂൾ അധികൃതർ നടപടിയെടുത്തില്ലെന്നും മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്ക് ചികിത്സാ സഹായം നൽകിയില്ലെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറെ CPM പുറത്താക്കി. മുട്ടത്തറ കൗൺസിലർ B രാജേന്ദ്രനെ CPMൽ നിന്ന് പുറത്താക്കി. ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് തെളിവുകൾ സഹിതം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കൗൺസിലറോട് രാജി ആവശ്യപ്പെട്ടതായും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായും ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് V ജോയി MLA അറിയിച്ചു. പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയി പറഞ്ഞു.